എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊക്കെ ഇപ്പോൾ പരിചയമായിട്ടുണ്ടാവും, നമ്മളൊരു സ്പെഷ്യലായിട്ടുള്ള ഒരു ടീച്ചറാണ് സരിത അല്ലേ. എല്ലാം തല തിരിച്ച് പറയണ ഒരുപാട് കഴിവുകൾ, നമുക്കൊന്നും ചിലപ്പം പറയാൻ പറ്റാത്ത, ഇല്ലെങ്കിൽ ചിന്തിക്കാൻ പറ്റാത്ത അത്രയും ഒരു പവർഫുള്ളായിട്ടുള്ള ഒരു പ്രോഗ്രാം. ഓക്കെ, ഹായ് മിസ്സേ. ഹായ്, വെൽക്കം. താങ്ക് യു. ഓക്കെ മിസ്സേ, നമ്മൾ കുറേ എപ്പിസോഡ് പോയി കഴിഞ്ഞു, ശരിയല്ലേ? അതിലൊക്കെ മിസ്സിൻ്റെ ഓരോരോ കാര്യങ്ങളും പറഞ്ഞു. തല തിരിച്ച് പറയണത് എപ്പോൾ തൊട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു? ഒരു 13 വയസ്സ് ആ ഒരു ഏജ് തൊട്ട്. ശരി, അത് എങ്ങനെയാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്? ഞാൻ ഇതിൽ പല മീഡിയാസിൽ ഇതുപോലെ കണ്ടിട്ടുണ്ട്, പ്രോഗ്രാം ആൾക്കാർ ചെയ്യണത് കണ്ടിട്ട്. അപ്പോൾ കൊള്ളാമല്ലോ, അപ്പോൾ എനിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് കരുതി അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാ. അപ്പം എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ശരി, അപ്പോൾ തല തിരിഞ്ഞ് പറയണ സമയത്ത്, കാരണം ഫസ്റ്റ് വീട്ടുകാർക്കൊന്നും ഇത് അറിയില്ലല്ലോ, വീട്ടുകാരോട് ആദ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു? വീട്ടുകാരുടെ ഇപ്പം അമ്മയ്ക്കൊക്കെ ഇഷ്ടമായിരുന്നു ഇങ്ങനെ കേൾക്കുമ്പോൾ. ഇത് ഏത് ഭാഷയാടി, ഇത് വേറൊരു ഭാഷ പോലെ, ഈ കൊങ്ങിണി ഭാഷയൊക്കെ പോലെ വേറൊരു ഭാഷ പോലെ തോന്നുന്നു. അമ്മ ഇരുന്ന് ചിരിക്കും ഇത് കേൾക്കുമ്പോൾ. അപ്പോൾ എപ്പോൾ തൊട്ടാണ് ഇത് ഡയസിൻ്റെ മുകളിലേക്ക് പോയി തുടങ്ങിയത്? ആ സമയത്തൊക്കെ ഇങ്ങനെ സ്കൂളിലൊക്കെ പ്രോഗ്രാം, കോളേജിൽ പഠിക്കുമ്പോഴാണ് സാറിന് ഇഷ്ടമായിട്ട് സാറ് എല്ലാ പ്രോഗ്രാം വരുമ്പോഴും ഇങ്ങനെ സരിതയുടെ തലയിരിച്ച് പാട്ട് വേണം അങ്ങനെ പറഞ്ഞിട്ടൊക്കെ. പിന്നെ അതുപോലെ മലയാളി മങ്ക കോമ്പറ്റീഷനൊക്കെ ഓണം സെലിബ്രേഷൻ വരുമ്പോൾ അങ്ങനെയൊക്കെ ചെയ്തപ്പോൾ മാവേലി നാടുവാണിടുങ്കാലം ഒക്കെ ഇതുപോലെ തിരിച്ചു പാടാവോ? മാവേലി നാടുവാണി മാടു നാടും നീവാലം കാരും ലാരേഷേനു മാലേ പോന്നു ഡേ തോദാമോ ആക്കും സീവാലം കാ കുങ്ങാത്ത ബാലട്ടിയോനും താ. ശരി മിസ്സേ, അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ടീച്ചേഴ്സൊക്കെ ചില സമയം നമ്മൾ എന്താ പറയുക, മാർക്ക് കുറഞ്ഞാലൊക്കെ ചീത്ത പറയും, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ, അങ്ങനത്തെ ഇൻസിഡൻ്റ് ഒക്കെ വരുമ്പം ഈ സ്പെഷ്യലി ഉള്ള ഈ ഒരു സംഭവം ഉള്ളതുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും കേൾക്കേണ്ടി വന്നിട്ടുണ്ടോ? മീൻസ് മാർക്ക് പഠിക്കാൻ ബാക്കോട്ടാണ്, പക്ഷെ ഇങ്ങനത്തെ കലാപരിപാടികളൊക്കെ കാരണം ഇതൊക്കെ നമ്മൾ ബ്രെയിൻ യൂസ് ചെയ്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പം അങ്ങനെയൊക്കെ ചീത്ത കേൾക്കേണ്ടി വന്നിട്ടുണ്ട്? ഇതുപോലെ കോളേജിൽ പഠിക്കുമ്പോൾ ഓപ്പൺ ഹൗസിന് അമ്മ വന്നപ്പോൾ അവൾ പഠിക്കണയൊക്കെ മറന്നു പോണു എന്നാണ് പറയണത്. അപ്പോൾ ആ കറക്റ്റ് എല്ലാം പഠിച്ചിട്ട് പോകും, അപ്പോൾ പലത് എഴുതാൻ പറ്റും. അപ്പോൾ ഇതുപോലെ ഒരു മിസ് അമ്മോട് ചോദിച്ചിട്ടുണ്ട്, അതെങ്ങനെ സരിതയുടെ അമ്മ മറന്നു പോണ കേസ് വന്നത്? ഈ തല തിരിച്ച് പറയണമെങ്കിൽ ഒരു മെമ്മറി വേണ്ടേ, ഇത് ഓർത്തോർത്ത് പറയാനായിട്ട്? അപ്പോൾ അതൊക്കെ വെറുതെ പറയണതാന്ന് പറഞ്ഞു. പക്ഷെ നോർമലി ഇച്ചിരി മറവിയൊക്കെ ഉള്ള ആളാണ്, പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് കിട്ടുന്നുണ്ട്, ശരിക്കും കിട്ടാറുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ടോ? മീൻസ് ആക്ടിവിറ്റീസ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും? ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോന്ന് പാട്ടുകളായിട്ടും അതുപോലെ എന്തെങ്കിലും പറയുമ്പോഴൊക്കെ തിരിച്ചൊക്കെ സ്വയം ചെയ്ത് നോക്കാറുണ്ട്. ഇതിൽ എങ്ങനെ തെച്ച് വന്നത് ഇതിലേക്ക്? ഇഷ്ടത്തോടു കൂടെ മറ്റുള്ളവരുടെ കേട്ടിട്ട് മാത്രമാണ് താല്പര്യത്തോടുകൂടി വന്നത്. ഇഷ്ടത്തോടു കൂടെ. ഓക്കെ, വേറെ എന്തൊക്കെ കഴിവുകളാണ് ഉള്ളത്? വേറെ കവിതയൊക്കെ എഴുതും, മലയാളത്തില് കവിത എഴുതും. ഓക്കെ, ഒരു 5-6 ലൈൻസ് ഒന്ന് പറയാവോ? ഞാൻ എഴുതിയ കവിത, സ്വന്തമായിട്ട് എഴുതിയത്. ആദ്യമായി ഞാൻ നട്ട വെൺമുല്ല ചെടിയിലെന്നാദ്യത്തെ മുട്ടു വിരിഞ്ഞ നേരം എന്നന്തരംഗമാഴക്കടലിലൻ നാർത്തു രസിച്ചു തിരമാലകൾ. ഇതൊന്ന് തിരിച്ചു പാടാവോ? മാതയാട്ടാ നാഞ്ഞലാമുൺ വെളിടിജന തേതയാട്ടു മോഞ്ഞരീവിരം നേ മാംഗരാം തന്നയെ ലീടകളാല ദ്യമാഞ്ഞുരത്തിൽ ഗലമാരതി. ഇത് തല തിരിച്ച് പാടുമ്പോൾ നമ്മൾ ബോർഡിലൊക്കെ എഴുതുന്ന, സാധാരണ ഒരു ടീച്ചേഴ്സ് ആകുമ്പോൾ നമ്മളൊക്കെ ചെയ്യാറുണ്ട്, അതേപോലെ ബോർഡിൽ എഴുതാനുള്ള ആ ഒരു ഇതുണ്ടോ? തിരിച്ചെഴുതാൻ പറ്റും, നമുക്ക് മിററിൽ റീഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എഴുതാനും പറ്റും. എപ്പോഴെങ്കിലും നമ്മുടെ ക്ലാസ് വർക്ക്സിലൊക്കെ അങ്ങനെ ചെയ്ത് നോക്കാറുണ്ടോ? ഇല്ല, നമ്മുടെ ഡ്യൂട്ടിയുടെ ഇതിലങ്ങനെ ചെയ്യാറില്ല. ഓക്കെ, ഫൈൻ. ഓക്കെ, നമ്മൾ ഏറ്റവും കൂടുതൽ പോകുന്ന ഏറ്റവും കൂടുതൽ ആൾക്കാർ ട്രാവൽ ചെയ്യുന്ന ഒരു ട്രെയിനാണ് കൂടുതലായിട്ടും. അപ്പം ആ പ്ലാറ്റ്ഫോമിൻ്റെ ഇതൊന്നും പറയാവോ ഇവിടെ? ഡയലോഗ്സ്. യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് ട്രെയിൻ നമ്പർ 12345 മംഗലാപുരത്തേക്ക് പോകുന്ന ജനശതാബ്ദി എക്സ്പ്രസ് ഇപ്പോൾ തന്നെ പുറപ്പെടുന്നതാണ്. അത്രയും പറഞ്ഞാൽ മതി. ഡെരുക്കാത്രയ കിദ്ദസ്രേ കിതേരാപ്പു ലാംഗമാ നാഗുപ്പോ ദിദാപ്ഷ നാജാ സിപ്രേസിക് ആ നേതാൾപ്പോ ഈ നിദാനദടപ്പു റാപ്പു.
ഇതാണ് പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഡെയിലി അല്ലെ ട്രെയിനിൽ നമ്മൾ ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഡെയിലി കേൾക്കുന്ന ഒരു കാര്യം തീർച്ച ഇങ്ങനെ എവിടെയെങ്കിലും പറഞ്ഞിട്ട് ഒരു പബ്ലിസിറ്റി ഇപ്പം മിസ്സിന് അറിയാം കുറേ മീഡിയാസിലൊക്കെ വന്നു കഴിഞ്ഞു ആൾക്കാരൊക്കെ അറിഞ്ഞു തുടങ്ങി അപ്പോൾ എന്താണ് ഫീൽ ചെയ്യുന്നത്? അതായത് ഇത്രയും നാളും നമ്മൾ പഠിക്കുന്ന സമയത്ത് തൊട്ടുണ്ടെങ്കിലും ആ ഒരു ചെറിയൊരു ഇതിലല്ലേ ആൾക്കാർ അറിഞ്ഞിരുന്നുള്ളൂ. അപ്പോൾ കൂടുതൽ ആൾക്കാർ അത് അറിഞ്ഞ് നമ്മളോട് ഇങ്ങനെ പുറത്തേക്ക് കാണുമ്പോൾ ചോദിക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട്. ഓക്കെ, ഇനി എന്താണ് ഇതിൻ്റെ കൂടെ കൂടുതലായിട്ട് കയറി വരാനുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവില്ലേ? അപ്പം അതിലെന്താ വിഷയമായിട്ടുള്ളത്? എന്താണ് ആ ഒരു കഴിവ് പോകല്ലേ എന്നൊരു ആഗ്രഹമുണ്ട്. അതായത് നമ്മൾ ഇപ്പം ടൈമില്ലല്ലോ, സ്കൂളിലെ കാര്യങ്ങളൊക്കെ തിരക്കാം. അപ്പോൾ ആ ഒരു ഇത് മാറിപ്പോവാതെ പിന്നെ ഒരു ഇതുള്ള പിള്ളേരാരെങ്കിലും ഇതുപോലെ ട്രൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സന്തോഷമാവും, ഹാപ്പിയസ്റ്റ് ആയിട്ട് മാറും. ഓക്കെ, ഇനി ഒരു കവിതയും കൂടി പാടാവോ? വേറെ കൂട്ടുകാരി എന്നൊരു കവിത ഞാൻ എഴുതിയത്, അത് പാടാം. തളിരില കുമ്പിളിൽ ഇറ്റിറ്റു വീഴുന്ന ജലകണമെൻ പ്രിയ കൂട്ടുകാരി, ആദ്യം തൊടിയിൽ വിരിഞ്ഞ മുല്ലപ്പൂവിൻ നവ്യ സുഗന്ധമെൻ കൂട്ടുകാരി, വെൺമുല്ലപ്പൂവിനെ തഴുകി മറഞ്ഞൊരാ ചിത്രശലഭമെൻ കൂട്ടുകാരി, ചിത്രശലഭ ചിറകിൽ വിരിയുന്ന വർണ്ണജാലമെൻ കൂട്ടുകാരി, ആ വർണ്ണജാലമെനിക്കു സമ്മാനിച്ച ഹരിതമാം പ്രകൃതിയൻ കൂട്ടുകാരി, പ്രകൃതി മനോഹരി എന്നെന്നുമെന്നിലെ ഇഷ്ടവസന്ത സുഗന്ധമായി, പ്രകൃതി മനോഹരി എന്നെന്നുമെന്നിലെ ഇഷ്ടവസന്ത സുഗന്ധമായി. തല തിരിച്ചൊന്ന് പാടാവോ? പാടാം. ലരിളി തളിമ്പിക്കു റ്റുറ്റി നാഴുവി മെനകലാജായ പ്രീകട്ടുക്കു ദിം ആലിടി തോഞ്ഞരിവിൻ വിപുലാമു മേന്തക സുവ്യ നരികട്ടുക്കു. ഓക്കെ, ഇതിലെ പാരൻസിൻ്റെ എത്രത്തോളം മിസ്സിനെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്? ഞാൻ പറഞ്ഞില്ല, അമ്മയ്ക്ക് ഇഷ്ടമായിരുന്നു ഈ കാര്യമൊക്കെ. അപ്പോൾ അമ്മ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യുമെന്ന് പറയും. ഇപ്പം കല്യാണം ഉറപ്പിച്ച സമയത്താണെങ്കിൽ ഏട്ടനോടും പറഞ്ഞിട്ടുണ്ട്, ഇവളിങ്ങനെ കവിത എഴുതും, തല തിരിച്ച് പാടും. അല്ലാതെ ഞാൻ പറഞ്ഞല്ല ആളറിഞ്ഞേക്കണത്. അപ്പോൾ കല്യാണത്തിന് ശേഷമാണെങ്കിലും അവിടെ ഹസ്ബൻഡിൻ്റെ അച്ഛനും അമ്മയൊക്കെ ആണെങ്കിലും നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ എവിടെ ഇങ്ങനെ പ്രോഗ്രാമൊക്കെ ഉണ്ടെങ്കിലും ഇങ്ങനെ പറയും, സരിത ഇങ്ങനെ തല തിരിച്ച് പാട്ടൊക്കെ പാടും, സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ ഇൻട്രൊഡ്യൂസൊക്കെ ചെയ്യും. പിന്നെ ഒരു റിയാലിറ്റി ഷോയുടെ ഓഡിഷന് പോയിട്ടുണ്ട്, ഉഗ്രോജ്വലത്തിൻ്റെ. അത് ഏട്ടൻ കൊണ്ടുപോയതാണ്. ഇതുപോലെ ഏട്ടൻ തന്നെ ഞാൻ അറിയാണ്ട് അവർക്കിങ്ങനെ അയച്ചു കൊടുത്ത് അങ്ങനെ അവർ വിളിച്ചു പോയതായിരുന്നു. അപ്പം ഫാമിലി മൊത്തമായിട്ട് സപ്പോർട്ടീവ് ശരിയല്ലേ? ഓക്കെ, ഇത് ഒരു മലയാളം സോങ് മിസ്സിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു സോങ് പാടിയിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഏതെങ്കിലും പറഞ്ഞാൽ പാടാം. ഇഷ്ടമുള്ളത് എടുത്തോളൂ. ഇഷ്ടമുള്ളത്. ദീവാടിലുതിരുപാൽ ബിമ്മുന്നേമംഗുകു ൃന്ദവീരിവാദ്യസാത്രിലേപ്പോ മേലലോദിഹാ ഇഴടാനീ രാക്കമാം മൃദുമാ ചാലു കാട്ടുകേ മാമൃദുമാ ചാലു കാട്ടുകേ. അതൊന്ന് നേരെ പാടോ? വാതിൽ പഴുതിലൂടെൻ മുന്നിൽ കുങ്കുമം വാരി വിതറും ത്രിസന്ധ്യ പോകേ, അതിലോലമാം ഇടനാഴിയിൽ നിൻ കളമധുരമാം കാലൊച്ച കേട്ടു, മധുരമാം കാലൊച്ച കേട്ടു. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്യുക.